നമസ്കാരം. റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയിലേക്ക് സ്വാഗതം. റവന്യൂ വാർത്തകൾ. പ്രധാന വാർത്തകൾ. ഇടുക്കി ഭൂപതിവ് നിയമ ഭേദഗതി ചട്ടം ഈ മാസം പ്രാബല്യത്തിൽ വരുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ. മണ്ണാർക്കാട് നിയോജക മണ്ഡലതല പട്ടയമേളയിൽ 5 വനാവകാശ രേഖകൾ ഉൾപ്പെടെ 459 പട്ടയങ്ങൾ വിതരണം ചെയ്തു. നാദാപുരം വിലങ്ങാട് ദുരന്തബാധിതർക്ക് വയനാട് ചൂരൽമലയിൽ അനുവദിച്ചതിന് സമാനമായ ഉപജീവന നഷ്ടപരിഹാരം 9 മാസത്തേക്കു കൂടി നീട്ടി നൽകാൻ തീരുമാനം. അതിദരിദ്രർക്കുള്ള സർക്കാരിന്റെ കൈത്താങ്ങ്. തമിഴ്നാട് സ്വദേശിനി പിച്ചമ്മാളും ഇനി ഭൂമിയുടെ അവകാശി. വാർത്തകൾ വിശദമായി. ഇടുക്കി ഭൂപതിവ് നിയമ ഭേദഗതി പ്രകാരമുള്ള ചട്ടം ഈ മാസം തന്നെ പ്രാബല്യത്തിൽ വരുമെന്ന് റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ. റവന്യൂ വകുപ്പിന്റെ വിഷൻ ആൻഡ് മിഷൻ 2021-26 5ാമത് യോഗത്തിൽ ഇടുക്കി വയനാട് ജില്ലകളിലെ ജില്ലാ റവന്യൂ അസംബ്ലിയിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. ഭൂമി പതിവ് ചട്ടം ഇടുക്കിക്ക് മാത്രമല്ല മറ്റു ജില്ലകൾക്കാകെ ഗുണം ചെയ്യുമെന്നും മന്ത്രി പറഞ്ഞു. 6.5 പതിറ്റാണ്ട് കാലത്തെ മലയോര മേഖലയിലെ ജനങ്ങളുടെ ആവശ്യത്തിനാണ് ഇതിലൂടെ പരിഹാരമാകുന്നത്. 2023 സെപ്റ്റംബർ 14 നിയമസഭ ഏകകണ്ഠമായാണ് ഭൂനിയമ ഭേദഗതി ബിൽ പാസാക്കിയത്. ഗവർണർ ഒപ്പുവയ്ക്കാൻ 6 മാസത്തെ താമസമുണ്ടായി. ഇടുക്കി ജില്ലയിലെ ജനങ്ങൾക്കാകെ ഭൂമിയുടെ സ്വതന്ത്ര വിനിയോഗത്തിനായുള്ള അവകാശവും അനുവാദവും കൈവരുന്നതാണ് ചട്ടത്തിന്റെ ഉള്ളടക്കം. സെപ്റ്റംബർ മാസത്തേക്ക് കടക്കാതെ തന്നെ ചട്ടം പുറത്തിറക്കാനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സർക്കാരിന്റെ ഇടപെടലുകൾ തുടർന്നു വരികയാണ്. കോടതി വ്യവഹാരങ്ങളാണ് തടസ്സമായി നിൽക്കുന്നതെങ്കിലും വേഗത്തിൽ തീർപ്പാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നതെന്നും ജില്ലയിൽ നിന്നും റവന്യൂ അസംബ്ലിയിൽ പങ്കെടുത്ത MLA-മാരായ M. M. മണി, വാഴൂർ സോമൻ, A. രാജ എന്നിവരുടെ സബ്മിഷനുകൾക്ക് മറുപടിയായി മന്ത്രി പറഞ്ഞു. ജില്ലയിലെ പട്ടയ പ്രശ്നങ്ങളും റവന്യൂ അസംബ്ലി ചർച്ച ചെയ്തു. വൈദ്യുതി പദ്ധതി പ്രദേശങ്ങളിലെ പട്ടയങ്ങൾ വിതരണം ചെയ്യാൻ തീരുമാനമുണ്ടാകണമെന്ന് M. M. മണി MLA ആവശ്യപ്പെട്ടു. LA പട്ടയങ്ങളാണ് വിതരണം ചെയ്യാൻ സാധിച്ചത്. എന്നാൽ മറ്റു പട്ടയങ്ങൾ വിതരണം ചെയ്യുന്നതിനുള്ള കോടതി വ്യവഹാരങ്ങളും തീർപ്പുണ്ടാക്കുവാൻ സർക്കാർ ശ്രമിക്കുന്നുണ്ട്. പട്ടയം വിതരണം ചെയ്യുന്നതിന് വേണ്ട നടപടിക്രമങ്ങൾ, അപേക്ഷകൾ പരിശോധിച്ച് പൂർത്തിയാക്കി വെക്കുവാൻ മന്ത്രി റവന്യൂ ഉദ്യോഗസ്ഥന്മാർക്ക് നിർദ്ദേശം നൽകി. ഇടുക്കി ജില്ലയിൽ ജാതി സർട്ടിഫിക്കറ്റ് വിതരണത്തിന് വരുന്ന തടസ്സങ്ങൾ മാറ്റണമെന്ന് വാഴൂർ സോമൻ MLA റവന്യൂ അസംബ്ലിയിൽ ആവശ്യപ്പെട്ടു. നിയമത്തിൽ പറയുന്ന വിധത്തിൽ ജാതി തെളിയിക്കുന്ന രേഖകൾ രക്ഷാകർത്താക്കൾക്ക് ഇല്ലാത്തതാണ് പ്രശ്നം. ഉന്നത വിദ്യാഭ്യാസ ആവശ്യത്തിനും മറ്റും വിലങ്ങുതടിയാവുകയാണെന്ന് വാഴൂർ സോമൻ MLA ചൂണ്ടിക്കാട്ടി. ഇടുക്കി ജില്ലയിലെ ജാതി സർട്ടിഫിക്കറ്റ് വിഷയത്തിൽ റവന്യൂ, പട്ടികജാതി പട്ടികവർഗ നിയമ വകുപ്പ് മന്ത്രിമാർ തമ്മിൽ യോഗം ചേരുകയും പ്രശ്നം മുഖ്യമന്ത്രിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ടെന്നും വേഗത്തിൽ പരിഹാരമുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണെന്നും റവന്യൂ മന്ത്രി മറുപടി നൽകി. ഇടുക്കി ജില്ലാ കളക്ടർ ഡോക്ടർ ദിനേശൻ ചെറുവാട്ട് ജില്ലയുടെ സ്ഥിതിവിവര റിപ്പോർട്ട് അവതരിപ്പിച്ചു. റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം സ്വാഗതം പറഞ്ഞു. ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ A. കൗശികൻ, റവന്യൂ വകുപ്പ് ജോയിന്റ് സെക്രട്ടറി A. ഗീത, സർവേ ഡയറക്ടർ C. സാംബശിവറാവു, ലാൻഡ് റവന്യൂ ജോയിന്റ് കമ്മീഷണർ K. മീര, റവന്യൂ ഡെപ്യൂട്ടി സെക്രട്ടറി അനു S. നായർ തുടങ്ങിയവർ പങ്കെടുത്തു. വയനാട് ജില്ല റവന്യൂ അസംബ്ലിയുടെ നടപടിക്രമങ്ങൾ ആരംഭിച്ചുവെങ്കിലും അടിയന്തര സാഹചര്യത്തിൽ മറ്റൊരു ദിവസത്തേക്ക് മാറ്റിവെച്ചു. പട്ടികജാതി പട്ടികവർഗ വകുപ്പ് മന്ത്രി OR കേളു, MLA-മാരായ T. സിദ്ദിഖ്, IC ബാലകൃഷ്ണൻ, ജില്ലാ കളക്ടർ DR മേഘശ്രീ, മറ്റ് ഉദ്യോഗസ്ഥരും പങ്കെടുത്തിരുന്നു. മണ്ണാർക്കാട് പട്ടയമേളയിൽ 459 പട്ടയങ്ങൾ വിതരണം ചെയ്തു. ഈ സർക്കാർ അധികാരത്തിൽ വന്ന ശേഷം സംസ്ഥാനത്ത് 2,23,945 പട്ടയങ്ങൾ വിതരണം ചെയ്തതായും അതിൽ 55,280 എണ്ണം പാലക്കാട് ജില്ലയിലാണെന്നും റവന്യൂ ഭവന നിർമ്മാണ വകുപ്പ് മന്ത്രി കെ രാജൻ പറഞ്ഞു. മണ്ണാർക്കാട് നിയോജക മണ്ഡലതല പട്ടയമേള ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി. എല്ലാവർക്കും ഭൂമി, എല്ലാ ഭൂമിക്കും രേഖ, എല്ലാ സേവനങ്ങളും സ്മാർട്ട് എന്ന ലക്ഷ്യം മുൻനിർത്തി കേരളത്തിലെ എല്ലാ മനുഷ്യരെയും ചേർത്ത് നിർത്തി ഭൂമിയുടെ അവകാശികളാക്കി മാറ്റുക എന്ന പരിശ്രമത്തിന് നേതൃത്വം നൽകാൻ സർക്കാരിനായി. കേരളത്തിലെ ഭൂപരിഷ്കരണ നിയമത്തിൽ അടിസ്ഥാനപരമായ മാറ്റങ്ങൾ കൊണ്ടുവരുവാനും സാധിച്ചു. മുൻ കാലഘട്ടത്തിൽ പട്ടയരേഖ കൈമാറുമ്പോൾ കൈമാറിയ ഭൂമി ചൂണ്ടിക്കാണിക്കാൻ സാധിച്ചിരുന്നില്ല. ഇതിന് പരിഹാരമായി ഭൂമിയുടെ പട്ടയം അനുവദിച്ചു നൽകുമ്പോൾ ഭൂമിയുടെ സ്കെച്ച് കൂടി തയ്യാറാക്കി നൽകുക എന്ന ശ്രദ്ധേയമായ നടപടി കൂടി സർക്കാർ സ്വീകരിച്ചു.
അട്ടപ്പാടിയിലെ ഭൂമി പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ വളരെ ഗൗരവമായാണ് സർക്കാർ നിലപാടെടുത്ത് മുന്നോട്ടു പോകുന്നത്. അതിന്റെ ഭാഗമായി റവന്യൂ വകുപ്പ് സെക്രട്ടറി രാജമാണിക്യം അട്ടപ്പാടിയിൽ നേരിട്ടെത്തി ഉദ്യോഗസ്ഥരുമായി സമഗ്രമായ ചർച്ച നടത്തുമെന്നും അട്ടപ്പാടിയിലെ ഭൂമി പ്രശ്നങ്ങൾ പൂർണ്ണമായി പരിഹരിക്കാനുള്ള പ്രത്യേകമായ പദ്ധതി തയ്യാറാക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. മണ്ണാർക്കാട് റൂറൽ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന പരിപാടിയിൽ എൻ ഷംസുദ്ദീൻ MLA അധ്യക്ഷത വഹിച്ച് സംസാരിച്ചു. 5 വനാവകാശ രേഖകൾ ഉൾപ്പെടെ 459 പട്ടയങ്ങളാണ് ചടങ്ങിൽ വിതരണം ചെയ്തത്. ജില്ലാ കളക്ടർ MS മാധവിക്കുട്ടി, മണ്ണാർക്കാട് മുനിസിപ്പാലിറ്റി ചെയർപേഴ്സൺ C മുഹമ്മദ് ബഷീർ, മണ്ണാർക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് V പ്രീത, അട്ടപ്പാടി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മരുതി മുരുകൻ, വിവിധ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ സജന സത്താർ, അക്കര ജസീന, A ഷൗക്കത്ത് അലി, ഒറ്റപ്പാലം സബ് കളക്ടർ അഞ്ജിത് സിംഗ്, മറ്റു ജനപ്രതിനിധികൾ, വിവിധ രാഷ്ട്രീയ കക്ഷി പ്രതിനിധികൾ, റവന്യൂ വകുപ്പ് ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. നാദാപുരം വിലങ്ങാട് ദുരന്തബാധിതർക്ക് വയനാട് ചൂരൽമലയിൽ അനുവദിച്ചതിന് സമാനമായ ഉപജീവന നഷ്ടപരിഹാരം 9 മാസത്തേക്ക് കൂടി നീട്ടി നൽകാൻ സർക്കാർ തീരുമാനിച്ചു. നാദാപുരം MLA EK വിജയൻ, ചീഫ് സെക്രട്ടറി ഡോക്ടർ A ജയതിലക്, റവന്യൂ ദുരന്ത നിവാരണ വകുപ്പ് സെക്രട്ടറി MG രാജമാണിക്യം, ലാൻഡ് റവന്യൂ കമ്മീഷണർ ഡോക്ടർ A കൗശികൻ, സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ്, കോഴിക്കോട് ജില്ലാ കളക്ടർ സ്നേഹിൽ കുമാർ സിംഗ് തുടങ്ങിയവരടക്കം ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥർ പങ്കെടുത്ത യോഗത്തിലാണ് തീരുമാനം. നഷ്ടപരിഹാരം സംബന്ധിച്ച് ലഭ്യമായ പുതിയ പരാതികൾ പരിശോധിച്ച് അർഹരായവർക്ക് കൂടി ഉപജീവന നഷ്ടപരിഹാരം നൽകാൻ ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി ചെയർമാൻ കൂടിയായ ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. താമസയോഗ്യമായ പ്രദേശങ്ങൾ ഉറപ്പാക്കാൻ സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയുടെ ലാൻഡ് സ്ലൈഡ് അഡ്വൈസറി കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മേഖലയിൽ പരിശോധന നടത്തും. ദുരന്തത്തിൽ തകർന്ന റോഡ്, തോട്, പാലങ്ങൾ എന്നിവയ്ക്കുള്ള നിർമ്മാണങ്ങൾക്ക് ഭരണാനുമതി നൽകിയിട്ടുണ്ട്. ഇതിനുള്ള ഫണ്ട് ഉടൻ ലഭ്യമാക്കും. ഉരുൾപൊട്ടലിൽ വീട് നഷ്ടപ്പെട്ട 49 കുടുംബങ്ങൾക്ക് 15 ലക്ഷം രൂപ വീതം അനുവദിച്ചു. തുക ലഭ്യമായി 3 മാസം കൂടി ചൂരൽമല ദുരന്തബാധിതർക്ക് സമാനമായി ഇവിടെയും 6000 രൂപ വീതം വീട്ടുവാടകയും ഉറപ്പുവരുത്തും. കൃഷി നഷ്ടപ്പെട്ട കർഷകർക്ക് ഇതിനകം 9,20,470 രൂപ വിതരണം ചെയ്തിട്ടുണ്ട്. വിലങ്ങാട് ദുരന്ത മേഖലയിലെ ബാങ്ക് വായ്പകൾക്കുള്ള മൊറട്ടോറിയം 2026 മാർച്ച് വരെ തുടരും. തമിഴ്നാട് സ്വദേശിനി പിച്ചമ്മാളും ഇനി ഭൂമിയുടെ അവകാശി. പാഴ്വസ്തുക്കൾ പിറക്കി ഉപജീവനം കണ്ടെത്തുന്ന പിച്ചമ്മാളിനും കുടുംബത്തിനും പട്ടയത്തോടൊപ്പം വീടും ചികിത്സാ സഹായവും താമസിക്കുന്ന വീടിന്റെ വാടകയും ഉറപ്പുവരുത്തുമെന്ന് റവന്യൂ മന്ത്രി K രാജന്റെ ഉറപ്പ്. മലപ്പുറം കളക്ടറേറ്റ് കോൺഫറൻസ് ഹാളിൽ നടന്ന ജില്ലയിലെ അതിദരിദ്ര കുടുംബങ്ങൾക്ക് പട്ടയം വിതരണം ചെയ്യുന്ന ചടങ്ങിന് ശേഷമാണ് പിച്ചമ്മാളിന്റെ കഥനകഥ കേട്ട മന്ത്രി ഈ ഉറപ്പ് നൽകിയത്. തമിഴ്നാട് കള്ളക്കുറിച്ചി സ്വദേശിനിയായ പിച്ചമ്മാൾ 40-ലേറെ വർഷമായി മഞ്ചേരിയിലും പരിസര പ്രദേശങ്ങളിലും പഴയ സാധനങ്ങൾ പെറുക്കി ജീവിക്കുന്നു. അമ്മ മേരിയും 8 വയസ്സും 8 മാസവും പ്രായമുള്ള 2 കുഞ്ഞുങ്ങളും അടങ്ങുന്നതാണ് പിച്ചമ്മാളിന്റെ കുടുംബം. രണ്ടാമത്തെ കുഞ്ഞിന് 15 ദിവസം മാത്രം പ്രായമുള്ളപ്പോഴാണ് ഭർത്താവ് കുടുംബത്തെ ഉപേക്ഷിച്ചു പോയത്. ഭൂമി ലഭിക്കാനായി അപേക്ഷ നൽകി കാത്തിരിക്കാൻ തുടങ്ങിയിട്ട് വർഷങ്ങളേറെയായെന്ന് പിച്ചമ്മാളുടെ അമ്മ മേരി പറയുന്നു. പുറമ്പോക്കിൽ ഷെഡ് കെട്ടിയായിരുന്നു താമസം. അടച്ചുറപ്പില്ലാത്ത വീടായതിനാൽ സുരക്ഷയെ കരുതി മഞ്ചേരി ടൗൺ ഹാളിനടുത്ത് ഒറ്റമുറി വാടക വീടെടുത്തു. 4000 രൂപയാണ് മാസവാടക. കിട്ടുന്ന തുച്ഛമായ പൈസ വാടകയ്ക്ക് തികയില്ല. 8 മാസമായ കുഞ്ഞിന് മഞ്ഞപ്പിത്തത്തെ തുടർന്നുള്ള അണുബാധയുള്ളതിനാൽ ആഴ്ചയിൽ ഡോക്ടറെ കാണണം. ഇതിനുള്ള പൈസ കണ്ടെത്താനും പിച്ചമ്മാളിന് കഴിഞ്ഞിരുന്നില്ല. പ്രതിരോധ ശേഷി കുറവായതിനാൽ എപ്പോഴും ആശുപത്രിയിൽ അഡ്മിറ്റ് ആകേണ്ട സാഹചര്യവുമുണ്ട്. അമ്മ മേരിയും അസുഖബാധിതയാണ്. സുമനസ്സുള്ള നാട്ടുകാർ മിക്കപ്പോഴും സഹായിക്കാറുണ്ടെന്ന് പിച്ചമ്മാൾ പറഞ്ഞു. സർക്കാരിന്റെ ബൃഹത്തായ പദ്ധതിയായ അതിദാരിദ്ര്യ നിർമ്മാർജ്ജന യജ്ഞത്തിന്റെ ഭാഗമായാണ് പിച്ചമ്മാളിനും കുടുംബത്തിനും ഭൂമി പതിച്ചു കിട്ടിയത്. ഏറനാട് താലൂക്ക് പുൽപ്പറ്റ വില്ലേജിലെ സർവേ നമ്പർ 366-ലെ 1.80 ഏക്കർ ഭൂമിയിലാണ് ഇവർക്ക് സർക്കാർ സൗജന്യമായി ഭൂമി നൽകുന്നത്. വീട് നിർമ്മാണം വേഗത്തിൽ പൂർത്തിയാക്കാനും അതുവരെ അവരുടെ വീട്ടുവാടക അടയ്ക്കുന്നതിന് സംവിധാനം കണ്ടെത്താനും മന്ത്രി ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകി. റേഷൻ കാർഡ് ചുവപ്പ് കാർഡാക്കി നൽകും. മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നും ചികിത്സാ സഹായം നൽകുമെന്നും മന്ത്രി അറിയിച്ചു. റവന്യൂ മന്ത്രിയിൽ നിന്ന് നേരിട്ട് എല്ലാ ബുദ്ധിമുട്ടുകളും മാറ്റുമെന്ന ഉറപ്പ് ലഭിച്ച ആശ്വാസത്തിലാണ് പിച്ചമ്മാളും കുടുംബവും. തിരുവനന്തപുരം അണ്ടൂർക്കോണം പഞ്ചായത്തിലെ വെള്ളൂർ വാർഡിൽ ആനത്താഴ്ചിറയിൽ നൂതന വിനോദസഞ്ചാര ആശയങ്ങൾ ഉൾപ്പെടുത്തിയുള്ള പദ്ധതിക്ക് തുടക്കമാകുന്നു. ആനത്താഴ്ചിറ മൈതാനിയിൽ റവന്യൂ വകുപ്പ് മന്ത്രി K രാജൻ മന്ത്രി PA മുഹമ്മദ് റിയാസിന് ഭൂരേഖകൾ കൈമാറി.
കേരളം എന്നത് ലോകത്ത് ആളുകൾ കാണാൻ ഇഷ്ടപ്പെടുന്ന 50 സ്ഥലങ്ങളിൽ ഒന്നായി അടയാളപ്പെടുത്താൻ സാധിച്ചത് ടൂറിസം രംഗത്ത് നമ്മൾ കൈവരിച്ച നേട്ടങ്ങൾ കൊണ്ടാണെന്ന് ചടങ്ങ് ഉദ്ഘാടനം ചെയ്ത മന്ത്രി കെ രാജൻ പറഞ്ഞു. കേരളത്തിൽ ആദ്യമായി മുഴുവൻ സമയം പ്രവർത്തിക്കുന്ന നൈറ്റ് ലൈഫ് ഉൾപ്പെടെയുള്ള നൂതന ടൂറിസം പ്രോജക്റ്റുകളാണ് ഇവിടെ നടപ്പാക്കുന്നതെന്നും മന്ത്രി കൂട്ടിച്ചേർത്തു. ഒരു പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് കേന്ദ്രത്തിന് ഇവിടെ തുടക്കമാവുകയാണെന്നും തലസ്ഥാനം ഒരു ടെക് സിറ്റിയായി മാറിക്കൊണ്ടിരിക്കുകയാണെന്നും ഭൂരേഖ ഏറ്റുവാങ്ങിയ ശേഷം ടൂറിസം വകുപ്പ് മന്ത്രി PA മുഹമ്മദ് റിയാസ് പറഞ്ഞു. 36 ഏക്കർ വിസ്തൃതിയാണ് ആനത്താഴ്ചിറക്കുള്ളത്. ഇതിൽ 12.76 ഏക്കർ ജലാശയമാണ്. 4 ഏക്കറിൽ ഔഷധ സസ്യങ്ങൾ വെച്ചു പിടിപ്പിക്കാനാണ് പദ്ധതിയിടുന്നത്. ഇതിൽ 7 ഏക്കറോളം കേന്ദ്ര സർവകലാശാലയുടെ ഓഫീസ് നിർമ്മാണത്തിന് ശുപാർശ ചെയ്തിട്ടുണ്ട്. സ്വാഭാവിക ആവാസ വ്യവസ്ഥിതിക്ക് കോട്ടം തട്ടാതെ പദ്ധതികൾ നടപ്പാക്കാനാണ് ശ്രമിക്കുന്നത്. ചടങ്ങിൽ മന്ത്രി GR അനിൽ അധ്യക്ഷത വഹിച്ചു. ജില്ലാ റവന്യൂ അസംബ്ലിയുടെ ആദ്യ ദിനത്തെ ഇടുക്കി, വയനാട് ജില്ലകളുടെ സംയുക്ത യോഗം കഴിഞ്ഞ് മടങ്ങവേ ആകസ്മികമായി മരണമടഞ്ഞ പീരുമേട് MLA ആയ ശ്രീ വാഴൂർ സോമന് റവന്യൂ ഇൻഫർമേഷൻ ബ്യൂറോയുടെ ആദരാഞ്ജലികൾ. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു.